മനസ്സിലാം. എമ്പുരാൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ എല്ലാം തകർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസം 3.5 കോടിക്ക് മുകളിലായിരുന്നു റീസെയിൽ കളക്ഷനെങ്കിൽ ഇപ്പോഴിതാ 6 കോടിയിലേക്ക് ടച്ച് ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിനോടകം തന്നെ ബ്രഹ്മാണ്ഡ റിലീസ് തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. വമ്പന്മാരാണ് സിനിമയ്ക്ക് റിലീസ് ഏറ്റെടുത്തിരിക്കുന്നത്. വിദേശത്ത് മിഡിൽ ഈസ്റ്റിൽ ഫറസ് ഫിലിമും, UK-യിൽ RFT ഫിലിമും, യൂറോപ്പിൽ RFT ലോക്ക് ഫിലിമും, USA-യിൽ പ്രൈം മീഡിയ, ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ സൈബർ സിസ്റ്റം, സിംഗപ്പൂരിൽ സിംഗപ്പൂർ കൊളോസിയം, കാനഡയിൽ യോർക്ക് ആൻഡ് ഇസാംഗേയ് സിനിമാസ് ഇവരാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം തന്നെ വമ്പൻ റിലീസാണ്. ഒരുപക്ഷെ മലയാളത്തിനേക്കാൾ അല്ലെങ്കിൽ സാധാരണ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ റിലീസാണ് നമുക്ക് UK-യിലൊക്കെ കാണാൻ കഴിയുന്ന. ഓസ്ട്രേലിയയിലും അതിഗംഭീരമായ ബുക്കിങ്ങും അതേപോലെയുള്ള തിയേറ്റർ ചാർട്ടിങ്ങുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ സിനിമയുടെ കളക്ഷൻ 6 കോടി കടക്കുമ്പോൾ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രമേ 4.5 കോടിയോളമാണ് വേൾഡ് വൈഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഫാൻ ഷോകളിൽ നിന്ന് മാത്രമായിട്ട് 1.5 കോടിക്ക് മുകളിലെത്തിയിരിക്കുന്നു. വരും ദിവസങ്ങൾ ഇനിയും 7 ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നു. ഇനിയും ആ 7 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു പക്ഷേ 10 കോടിയിലേക്കും എത്താനുള്ള ചാൻസുകൾ ഏറെയാണ്. എന്തായാലും മാസ്, ദ ഹൈപ്പ്, ദ പവർ, ലാലേട്ടൻ ഈസ് ബാക്ക് എന്ന് തന്നെ പറയാം. ആൻഡ് ഗോയിങ് ടു ബി എപ്പിക് എന്നുള്ള തരത്തിലാണ് സിനിമയുടെ ഓരോ കുതിപ്പും. ഐമാക്സിൽ റിലീസ് ചെയ്യാനെത്തുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് പുതിയ ചരിത്രമാകുന്നു. എന്താണെങ്കിലും ട്രെയിലർ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ 4 ഇരട്ടി ഹൈപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയും മലയാളത്തിലെ ബുക്കിംഗ് വരുന്ന ദിവസങ്ങളിൽ മാക്സിമം 2 ദിവസം അതിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇൻസൈഡ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ലാൽ സലാം.